ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ദാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, ജീവിതചര്യ ഈ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അനേക ജീവജാലങ്ങൾ ചരിക്കുന്നുണ്ട് ജീവിതത്തിലൂടെ. ലോകമെടുത്താൽ സേന്ദ്രിയങ്ങളും അനിന്ദ്രിയങ്ങളും എന്ന് രണ്ടാണ് മൊത്തം വസ്തുക്കൾ. ജീവനുള്ളവ ജീവനില്ലാത്തവ എന്നല്ല പിരിവ്. ഞാൻ പറഞ്ഞത് ജീവനില്ലാത്തതായി യാതൊരു പദാർത്ഥവും പ്രപഞ്ചത്തിലില്ല എന്നുള്ള ഒരു പ്രാചീന സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളത് ചേതനവും അചേതനവും എന്നത് മെല്ലെ ഒന്ന് മാറ്റി പറഞ്ഞുകൊണ്ട്. തൽക്കാലം പഠിക്കാനെന്ന് മാത്രം വിചാരിച്ചാൽ മതി. മറ്റതൊക്കെ പഠിച്ചത് തെറ്റാണെന്നൊന്നും വിചാരിക്കേണ്ട. അതിൻ്റെതായ ഒരു അടിസ്ഥാനം ഉണ്ടാവും, ഇതിൻ്റെതായ ഒരു അടിസ്ഥാനം ഉണ്ടാവും. ഭാരതീയ ചിന്തയുടെ ഒരു വലിയ പദ്ധതി പ്രകാരം സേന്ദ്രിയങ്ങളും അനിന്ദ്രിയങ്ങളും, നിങ്ങൾ കാണുന്ന കല്ല്, മരം, ഇവയൊക്കെ എടുത്താൽ അവ വെട്ടിയിട്ട് കഴിഞ്ഞു പോലും ചേതനാംശങ്ങൾ അവയിലുണ്ടാവും. കല്ല് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞു പോലും അതിൽ ചേതനാംശങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇവയൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സംസ്കാരവും ഉണ്ടാവും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുള്ളവ ഇന്ദ്രിയങ്ങളില്ലാത്തവ, സസ്യങ്ങളും ജന്തുക്കളും സേന്ദ്രിയങ്ങളാണ്. അതിൽ സസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടാവും. സസ്യങ്ങളും സേന്ദ്രിയങ്ങളാണ്. അശോകം ഇവയൊക്കെ പ്രകടമായി അതിൻ്റെ ഇന്ദ്രിയ ശക്തി ബോധ്യപ്പെടുത്തുന്നവയാണ്. അവയെ വൈദ്യശാസ്ത്രവും മറ്റും വളരെ പ്രത്യേകം എടുത്തു പറയും. അപ്പൊ സേന്ദ്രിയങ്ങളായ വസ്തുക്കൾ, അനിന്ദ്രിയങ്ങളായ വസ്തുക്കൾ പറയും മറ്റും അനിന്ദ്രിയങ്ങളാണ്. ഇവയിൽ ആന്തരികമായ ചര്യയുണ്ട്, ബാഹ്യമായ ചര്യയുണ്ട്. അതുകൊണ്ട് ചര്യ രണ്ട് വിധമാണ്. ആന്തരിക ചര്യ അതിൻ്റെ കോശാന്തരങ്ങളിൽ സംഭവിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വളരെ വിപുലമായൊരു പഠനം ഭാരതത്തിനുണ്ട്. അത് പഠിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ആചാര്യന്മാരിൽ അത്ഭുതാതരങ്ങളോടുകൂടി നിന്നിട്ടുള്ള ഒരാളാണ് വിശ്വാമിത്രൻ. മറ്റൊരു പേര് അദ്ദേഹത്തിനുണ്ട്, അത് നിങ്ങൾക്കറിയാം. അത് അദ്ദേഹം കണ്ടെത്തിയ ശാസ്ത്രത്തിൻ്റെ ശാഖ കൊണ്ടുണ്ടായ പേരാണ് കൗശികൻ. കോശങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവൻ. അദ്ദേഹത്തിന്റെ പുത്രനാണെന്നും അദ്ദേഹത്തിന്റെ വംശപാരമ്പര്യത്തിലുള്ളവനാണെന്നും പറയുന്ന ഒരാളാണ് സുശ്രുതൻ, ശ്രുതർഷിയായ സുശ്രുതൻ. അദ്ദേഹം ആ വഴിയിൽ വളരെ കൂടുതൽ മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ പഠനങ്ങളെല്ലാം ഭാരതീയർ വളരെ പൗരാണിക കാലത്ത് രൂപപ്പെടുത്തിയതാണ്. ആന്തരികമായ ചര്യ, ഇതുകൂടാതെ ബാഹ്യമായ ചര്യയുണ്ട്.
ബാഹ്യമായ ചര്യ സസ്യങ്ങളിൽ വളരെ കുറവാണ്. സേന്ദ്രിയങ്ങളായവയാണെങ്കിലും സസ്യങ്ങളിൽ വളരെ കുറവാണ്. അവ ജന്തുക്കളിലാണ് കൂടുതലായി കാണുന്നത്. ബാഹ്യവും ആഭ്യന്തരവുമായ ചര്യ കലർന്നതാണ് ജീവിതം. അതില് ജന്തുചര്യ എടുത്താൽ അത് സ്വഭാവം കൊണ്ട് നിയതമാണ്. ആഹാരം, മൈഥുനം, നിദ്ര, ഇങ്ങനെയുള്ള സ്വഭാവ പ്രവർത്തനം കൊണ്ട് നിയതമാണ്. കുറച്ചുകൂടി ഉയർന്ന മനുഷ്യരിലെ ഒരു വിഭാഗത്തെ എടുത്താൽ അത് പുത്രേഷണ, വിത്തേഷണ, ദാരേഷണ തുടങ്ങിയ ഏഷണാത്രയങ്ങൾ കൊണ്ട് മുഖരിതമാണ്. അവിടെ വരുമ്പോഴാണ് മനുഷ്യർ പല തലങ്ങളിലുള്ളവരായി, പല വിഭാഗങ്ങളായി ഒക്കെ തിരിയുന്നത്. ജന്തുജാലങ്ങളിൽ നിന്നോ സസ്യജാലങ്ങളിൽ നിന്നോ മനുഷ്യരുടെ അവാന്തര വിഭാഗങ്ങളിൽ നിന്നോ ഒക്കെ ഈ ആന്തരികമായ ചര്യയ്ക്കനുസരണമായ പരിണാമം കൊണ്ട് പല വിധത്തിലുള്ള മനുഷ്യൻ രൂപാന്തരപ്പെട്ടു വരും. അങ്ങനെയുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പ്രാചീന ഭാരതീയ ആചാര്യന്മാർ കൂലങ്കഷമായി ചിന്തിച്ചിട്ടുണ്ട്. സംഘർഷമാണോ മാനവ ജീവിതം? ആനന്ദമാണോ മാനവ ജീവിതം? ആനന്ദവും സംഘർഷവും ഇടകലർന്നതാണോ മാനവ ജീവിതം? ആത്യന്തികമായ ആനന്ദം കിട്ടാവുന്ന ഒന്നാണോ? അതിൽ പരമമായ ശാന്തി ലഭിക്കുമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് വിദ്യാഭ്യാസം ഇങ്ങനെ അല്ലാതിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. അന്ന് വിദ്യാഭ്യാസം നടത്തിയിരുന്നത് സ്വന്തം ദേശത്ത് ജീവിച്ച ആളുകളാണ്. അങ്ങനെ രൂപാന്തരപ്പെട്ടു വന്ന ഒരു സംസ്കൃതിയാണ്. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം അതല്ല. ഇത് തമ്മിലുള്ള അന്തരമാണ് ചര്യയിലെ വ്യതിയാനത്തിന് പ്രധാന കാരണം. അല്പം ആധുനികം അവിടെ നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന വിദ്യാഭ്യാസം കുടിയേറ്റ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. സ്വന്തം മാതാവിനെയും പിതാവിനെയും അവരുടെ ജീവിത ലക്ഷ്യത്തെയും താൻ വരാനുള്ള കാരണത്തെയും അപഗ്രഥിക്കാത്ത, താൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ യാദൃച്ഛികമായി, നിയതമായി, നിശ്ചിതമായി വന്നു ചേർന്നതാണ് എന്ന് അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിന് രൂപപ്പെടുത്തിയെടുത്തതാണ് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസം. അതിൻ്റെ ഏറ്റവും താഴത്തെ തലം മുതൽ മുകളിലത്തെ തലം വരെ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കുടിയേറ്റക്കാർക്ക്, തീർത്ഥാടക പിതാക്കന്മാർ എന്ന് പറയുന്ന കുടിയേറ്റക്കാർക്ക് വേണ്ടി കുടിയേറുന്നവന്റെ കുട്ടികൾ പ്രതിലോമകാരികളായി തീരുമ്പോൾ കുട്ടിക്കാലത്തു തന്നെ അവരെ തളച്ചിടുന്നതിനു വേണ്ടി അച്ഛനമ്മമാരിൽ നിന്ന് അകറ്റി അവരെ അവരുടെ അന്ന് ഉപയോഗിക്കുന്ന ഭാഷ മലയാളത്തിൽ പറഞ്ഞാൽ കുരുത്തക്കേടെന്ന് പറയാം, ഗുരുത്വമില്ലായ്മ. അങ്ങനെയുള്ള ആളുകളെ ഒതുക്കിയിരുത്തുന്നതിന് വേണ്ടി അവർക്കാവശ്യമായ കളിപ്പാട്ടങ്ങൾ, അവർക്കാവശ്യമായ ശകാരം, അവർക്ക് ആവശ്യമായ അടി മുതലായ ശിക്ഷകൾ, വിദ്യാഭ്യാസം കൊണ്ട് കൊടുക്കുന്ന ശിക്ഷയല്ല, അടി മുതലായ ശിക്ഷകൾ, ഇവയൊക്കെ കൊടുത്ത് കുട്ടികൾ ഏറ്റവും നന്നാകാവുന്ന നല്ല കാലം മുഴുവൻ തെറ്റായ കാര്യങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ആ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ ചരിത്രം എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അതാണ് നമ്മൾ ഇന്നിവിടെ ഫോളോ ചെയ്യുന്നത്.
ഇവിടെയല്ല, ഇന്ത്യയിൽ ഇന്ന് ഫോളോ ചെയ്യുന്നത് ആ വിദ്യാഭ്യാസം. ഒരു 10-100 ദിവസം കൊണ്ട് ഒരാൾക്ക് നേടിയെടുക്കാവുന്ന 10ാം ക്ലാസ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് 15 കൊല്ലം കൊണ്ട് നേടുന്നതിന് പ്രയത്നിപ്പിക്കുക. അതിൽ പഠിക്കുന്നതെല്ലാം മറക്കുക. ആദ്യാവസാനം ജീവിതചര്യയ്ക്കുതകുന്നത് പഠിക്കാൻ കഴിയാതിരിക്കുക. പഠിച്ചു എന്നുള്ള അഹന്ത വളരെ കൂടുതലായി ഉണ്ടാവുക. ഒരുവൻ അവൻ്റെ വാസനയ്ക്കിണങ്ങുമാറ്, അവൻ്റെ അച്ഛനമ്മമാരുടെ പാരമ്പര്യത്തിനിണങ്ങുമാറ് ദുഃഖങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് ശാന്തമായിത്തീരുന്നതാണ് നേരത്തെ പറഞ്ഞ ജീവിതചര്യയോടിണങ്ങിയ വിദ്യാഭ്യാസം. അവിടെ പ്രധാനമായി അവർ വിചാരിച്ചത് ചര്യയെ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിയണം. അതിനൊന്നാമതൊരു ലക്ഷ്യമുണ്ടാവണം. 2, അതിനൊരു മാർഗം രൂപപ്പെടുത്തണം. അവിടെ ലക്ഷ്യമായി അവർ കണ്ടത് പ്രാപിക്കാനുള്ള വസ്തുക്കളെ ധാർമ്മികമായി പ്രാപിക്കുക, ആ പ്രാപിച്ചിട്ടതിൻ്റെ ആനന്ദമുണ്ടാവുക. അപ്പോൾ മനസ്സ് ശാന്തമാവും. എപ്പോഴാണോ ഒരു വസ്തു അപ്രാപ്യമായി ഉള്ളിൽ രൂപാന്തരപ്പെടുന്നത്, അപ്പോൾ അശാന്തി തുടങ്ങുകയാണ്. യത് കിഞ്ചിത് വസ്തു സംപ്രാപ്യ സ്വരൂപം യദിവാ പരം യാ തുഷ്ടിർജായതേ ചിത്തേ ശാന്തി സാ കഥ്യതേ ബുധൈഹി. ബുധന്മാർ, പണ്ഡിതന്മാർ ഇങ്ങനെയാണ് അതിനെ പറയുന്നത്. ഏതൊരു വസ്തു അല്പമായിരുന്നാൽ പോലും, ഒരു കൊച്ചുകുട്ടിയെ നോക്കിയാൽ അറിയാം, അതിനൊരു ബോധം വെച്ച് വരുമ്പോഴേക്ക് അതിനൊരു കളിപ്പാട്ടം വേണമെന്ന് തോന്നിയാൽ അതിന് വിലയെക്കുറിച്ചോ മറ്റുള്ളതിനെക്കുറിച്ചോ അറിയില്ല. വില ആപേക്ഷികമാണ്. അച്ഛനും അമ്മയ്ക്കും വിലയുള്ളതെന്ന് വിചാരിക്കുന്ന പലതും കുട്ടി നശിപ്പിച്ച് കളയും. എന്തിന്? വളരെ നിസ്സാരമായ ഒന്നിനു വേണ്ടി. ഈ നിസ്സാരമായത് കിട്ടിക്കഴിഞ്ഞാലോ ആഗ്രഹം അവിടെ ശമിക്കുന്നതോടുകൂടി വേറൊരാഗ്രഹം വരുന്നതുവരെ സമാധാനം ഉണ്ടാവും. പക്ഷെ അതിനുള്ളിൽ അടുത്ത ആഗ്രഹം വരും. അപ്പോൾ വാസന പ്രേരിപ്പിക്കുന്ന ഈ ആഗ്രഹങ്ങളിലൂടെ ചര്യ കൊണ്ടുപോയാൽ ഒരിടത്തും എത്തില്ല. ഈ ആഗ്രഹങ്ങൾ ഉൽപ്പന്നമാകുന്നത് ശാരീരിക തലങ്ങളിൽ നിന്ന് മനസ്സിലേക്ക്, മനസ്സിൻ്റെ തലങ്ങളിൽ നിന്ന് ശരീരത്തിലേക്ക്, ചുറ്റുപാടുകളുടെ മാനസിക തലങ്ങളിൽ നിന്ന് സ്വന്തം ശരീരത്തിലേക്ക്, ചുറ്റുപാടുകളുടെ ശാരീരിക മാനസിക തലങ്ങളിലേക്ക്, സ്വന്തം മനസ്സിലേക്ക് ഒക്കെ കലർന്നു വരും. അതുകൊണ്ട് ഇത് വളരെ അപകടമാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. വളരെ പ്രയാസമാണ്. ഇതിലേതിലെങ്കിലും ഒന്നിൽ നിന്നുകൊണ്ടാണ് സിദ്ധാന്തങ്ങളെല്ലാം രൂപപ്പെടുന്നത്. അതുകൊണ്ടത് സമഗ്രമല്ല. ജീവിതത്തെ സമഗ്ര ദർശനത്തിലൂടെ കൊണ്ടുപോകണമെങ്കിൽ വളരെ ചെറിയ ആഗ്രഹങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയണം. ഏതൊരു ആഗ്രഹമാണ് തന്നെ അസ്വസ്ഥമാക്കിയത് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അകത്ത് ശാന്തി കളിയാടാൻ തുടങ്ങും. നേടിയിട്ട് ശാന്തി ഉണ്ടാവില്ല, നേടാതിരുന്നിട്ട് ശാന്തി ഉണ്ടാവില്ല. ബോധം പ്രതി നമ്മളിൽ വസ്തുക്കളായുണ്ടാകുന്ന ഓരോ ബോധവും പ്രതി നമ്മൾ തന്നെയാണ് പ്രകടമാകുന്നത് എന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവുണ്ടാകുന്ന ഒരു ശിശു ശൈശവം മുതൽ തന്നെ ശാന്തനായിരിക്കും. അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം കൃത്യമായൊരു പന്ഥാവിലായിരിക്കും ചരിക്കുന്നത്. അങ്ങനെ കൃത്യമായ പന്ഥാവിൽ
ചരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ രണ്ടാമത് തിരിച്ചറിയും കാമക്രോധാദി ചിത്തതരംഗ ശമനം ശാന്തി. കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം ആദിയായ ചിത്തതരംഗം, ചിത്തം ക്ഷിപ്തം വിക്ഷിപ്തം തുടങ്ങിയ തരത്തിലുണ്ടാക്കുന്ന തരംഗങ്ങൾ അസ്തമിച്ചാണ് ശാന്തി ഉണ്ടാകുക. അപ്പോൾ ഒരുവൻ അറിയാം ഒരിടത്തിരിക്കുമ്പോൾ അവൻ്റെ ശാന്തി എങ്ങനെയാണ് ഭഞ്ജിക്കുന്നത്. പുറത്തേക്ക് നോക്കി അറിയാൻ പറ്റില്ല. എപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഈ ബോധമുണ്ടായത്, അതെങ്ങനെയാണ് ആ ചിന്ത എന്നെ അശാന്തമാക്കാൻ തുടങ്ങിയത്. ക്ഷിപ്ത വിക്ഷിപ്താദികളിലൂടെ എങ്ങനെയാണ് പോയത്. ഇത് പഠിക്കാനൊരുങ്ങുമ്പോൾ മനസ്സ്, ബുദ്ധി, ശരീരം ഇവയൊക്കെ അവലംബിച്ച് ജീവിതചര്യയെ വളരെ സുദൃഢമായൊരു പന്ഥാവിലൂടെ കൊണ്ടുപോകേണ്ടി വരും. അതിന് തടസ്സം വരുത്തുന്ന ഒട്ടേറെ വസ്തുക്കൾ വേറെയുമുണ്ട്. കാരണം ശരിയായ ദിശയിൽ പോയില്ലെങ്കിൽ ഉപസർഗങ്ങളുണ്ടാവും. ജീവിതചര്യ കൃത്യമല്ലെങ്കിൽ ഉപസർഗങ്ങളുണ്ടാവും. ജീവിതചര്യ കൃത്യമായാൽ ഉപസർഗ ശമനമുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നാമത് പഠിക്കേണ്ടത് വസ്തുവിൻ്റെ അപ്രാപ്യതയാണ് അശാന്തിയുടെ ഒരു കാരണം. എപ്പോഴാണോ വസ്തു ലഭിക്കുന്നത്, വസ്തു എങ്ങനെ ലഭിക്കുന്നു, ഞാൻ തന്നെയാണ് വസ്തുവായി പരിണമിക്കുന്നത്. എൻ്റെ വാസനകൾ കാരണം വസ്തുവായി പരിണമിച്ചത് തിരിച്ച് അറിഞ്ഞ് വസ്തു എന്നൊന്ന് എന്നെ ശാന്തമാക്കാൻ ഇല്ല എന്നറിയുമ്പോൾ ശാന്തി. 2, വസ്തുവിലുള്ള ആഗ്രഹം, കാമം, പ്രതിഹതമായുണ്ടാകുന്ന ക്രോധാദികൾ, അവയുടെ ശമനം ശാന്തി. 3, ഉപസർഗ ശമനം ശാന്തി. ചര്യയിൽ ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീങ്ങാം എന്ന് തോന്നുന്നു. എങ്ങനെയൊക്കെ ജീവിതചര്യ രൂപപ്പെടുത്തിയാൽ ഇതെല്ലാം ഒരുമിച്ച് സുസാധ്യമാവും. ഉപസർഗങ്ങൾ എന്ന് പറയുന്നത് അധിലോഭാത്, അസത്യാത്, നാസ്തിക്യാത്, അധർമ്മതഃ, നരാപരാധാന്യത, ഇവയാണ് ഉപസർഗങ്ങൾ. ഉപസർഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആചാര്യന്മാർ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഒരു ജീവനിൽ എങ്ങനെയാണ് ഉപസർഗങ്ങൾ ഉണ്ടാകുന്നത്, ഉപസർഗം ശാന്തമാകുന്നത് എങ്ങനെയാണ്? കുട്ടിക്കാലത്ത് നോക്കിയാൽ കാണാം. അതിലോഭം. നരകദ്വാരങ്ങളിൽ ഇവിടെയാണ് നരകദ്വാരമെന്നാണ് ഭഗവത്ഗീതയും മറ്റും പറയുന്നത്. കാരണം ലോഭമുണ്ടായാൽ. അതിലോഭാത്. ഏതെങ്കിലും ഒരു വസ്തു സ്വന്തമാണ് എന്ന ബോധം കൊണ്ട് അതിൻ്റെ ഉപഭോഗം പോലും കൃത്യമായി നടത്താൻ അനുവദിക്കാത്ത തരം അതിനോട് മമത വരുന്നത് അതിലോഭം കൊണ്ടാണ്. അതിലോഭം കൊണ്ടാണ്. ശാന്തി പോകുന്നത് ലോഭം വരുമ്പോഴാണ്. അസത്യം കൊണ്ടാണ്. മറ്റൊരു ഉപസർഗം അസത്യമാണ്. ശാന്തി അതുകൊണ്ട് പോകും. പ്രിയം, ഹിതം, സത്യം എന്ന് 3 തലമുണ്ട് സത്യത്തിന്. പ്രിയം സത്യമാണ്, പക്ഷെ അത് ആത്മപ്രിയമായിരിക്കണം. ആത്മപ്രിയം അധ്യസിച്ചു വരാതിരിക്കണം.
ഒരു വസ്തുവിൽ എന്നെ യോജിപ്പിച്ചിട്ട് അത് ഞാനായി തീർന്ന് വരുന്ന മമത. ദേശ കാല വസ്തു പരിച്ഛിന്ന ബോധം കൊണ്ട് അതിന് ഏതിനെങ്കിലുമായി വളരെ അടുപ്പം തോന്നിയിട്ട് രണ്ട് തരം അധ്യാസമുണ്ട്. താദാത്മ്യ അധ്യാസവും സംസർഗ അധ്യാസവും ഉണ്ട്. ഈ പദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നൊരു ബോധത്തിലും കൂടിയാണ് ഞാനിരിക്കുന്നത്. കാരണം എനിക്ക് മുമ്പ് ആചാര്യന്മാർ നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും. അതിലെ സാങ്കേതിക ശബ്ദങ്ങൾ മനസ്സിലാകാതെ വന്നാൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഭയം വേണ്ട, ബുദ്ധിമുട്ട് വേണ്ട, അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു തരികയും ചെയ്യാം. അപ്പോ അധ്യസിക്കുക, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവില് പൂർവവാസനയും പ്രിയവും ഹേതുവായി മറ്റൊന്നിനെ കാണുക. അങ്ങനെ അതിൽ മമതാഭിമാനങ്ങൾ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ പ്രിയം ആത്മപ്രിയം തന്നെയെങ്കിലും അത് അധ്യസിച്ച് വസ്തുപ്രിയമായി മാറും. അങ്ങനെ ഉണ്ടാകുന്നതാണ് മൂന്നായി ലോകത്തെ തിരിച്ചിരിക്കുന്നത്: പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഈ മൂന്നെണ്ണം കൊണ്ടാണ് ഇത് മുഴുവൻ, ലോകം മുഴുവൻ സംഭവിക്കുന്നത്. ഈ മൂന്നെണ്ണമേ ഉള്ളൂ. അപ്പോൾ പ്രിയം സത്യം തന്നെയാണ്. ആത്മപ്രിയം ആത്യന്തിക സത്യവുമാണ്. അത് നിത്യമാണ്, അനിത്യമല്ല. അപ്പൊ പ്രിയത്തെ അവിടെ ഉപയോഗിക്കണം, അതിനനുഗുണമായി ചരിക്കണം. അപ്പോൾ പ്രിയം, ഹിതം, പറയുന്ന തനിക്കും കേൾക്കുന്നയാളിനും ലോകത്തിനും ഹിതമായി ചരിക്കണം. ഇത് രണ്ടുമാണ് മുഖ്യമായി സത്യം. ഇന്ദ്രിയങ്ങൾ കണ്ടു, കേട്ടു, അറിഞ്ഞു എന്നത് വാസന കലരുന്നത് കൊണ്ട് അപ്രധാന സത്യമാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇന്ദ്രിയജ്ഞാനമെല്ലാം സത്യമാണെന്നാണ്. അല്ലേ? ഞാൻ കണ്ടതാണത് എന്ന് പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത്. ഞാൻ കേട്ടതാണ്, എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. കേൾക്കുന്നതും കാണുന്നതുമൊക്കെ വീട്ടിലായാലും സ്കൂളിലായാലും കൂട്ടുകാരുടെ ഇടയിലായാലും അവയൊക്കെ താൽക്കാലികമായ വാസനയുടെ വിഷയങ്ങളാണ്. അപ്പൊ നമ്മൾ ആ വഴിയിലൂടെ ചരിക്കുകയാണെങ്കിൽ ഇന്ദ്രിയ പ്രിയം, മനപ്രിയം, ഇന്ദ്രിയ പ്രത്യക്ഷം, മന അനുമാനം, ഇവയിലൂടെയൊക്കെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഹിതത്തെയും ആത്മപ്രിയത്തെയും ബലി കഴിച്ച് ഇന്ദ്രിയ പ്രത്യക്ഷമായ ലോകത്തുകൂടിയാണ് ചരിക്കുന്നത്. അങ്ങനെ ജീവിതം ചരിക്കുന്ന ആളുകളാണ് ക്ലേശങ്ങളിൽ വീഴുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ക്ലേശമുണ്ടോ? ക്ലേശമുണ്ടോ മനസ്സിലാക്കാൻ? ഭാഷ മനസ്സിലാക്കാൻ ക്ലേശമുണ്ടോ? അപ്പൊ അത് പറയണ്ടേ? ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സെൻസ് ഓർഗൻസ്, കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക് മുതലായ അറിയാം. അവയിലൂടെ പ്രത്യക്ഷമായി അറിയുന്ന അറിവുകൾ. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്?
എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നത്? ഭൗതികമായി നിങ്ങൾ പഠിച്ചതനുസരിച്ച് ഒരു വസ്തുവിലെ പതിച്ച പ്രകാശം നിങ്ങളുടെ കണ്ണിൽ വന്ന് പതിക്കുന്നു. Am I right? ശരിയാണ്. അപ്പോൾ വസ്തു അതിൻ്റെ പ്രകാശം നിങ്ങളുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിബിംബം പുറകിലുണ്ടാകുന്നു. നിങ്ങളുടെ കണ്ണിൻ്റെ റോഡ്സും കോൺസും ഒക്കെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നിങ്ങളുടെ സംവേദക നാഡിയിലൂടെ, സെൻസറി നെർവിലൂടെ, സംവേദകവും പ്രേരകവുമല്ലാത്ത സാംബന്ധക പ്രാന്തത്തിലെത്തിക്കുന്നു. ആ പദം നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല. സെറിബ്രൽ കോർട്ടക്സിൽ എത്തിക്കുന്നു. ഇത് പരിചയമുള്ളതാണ്. Am I right? നമ്മൾ തമ്മിലുള്ള ഈ കേൾക്കാനുള്ള സുഖത്തിന്റെ വ്യത്യാസം. എനിക്ക് ഇഷ്ടം സാംബന്ധക പ്രാന്തമാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരാൻ എനിക്കാവും. എനിക്കവിടെ ഒരു ദുരുദ്ദേശമുണ്ട്. കാരണം ഞാൻ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ, എന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, എൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഷയിൽ കൂടെ മനസ്സിലാക്കണമെന്നൊരു ദുരുദ്ദേശം എനിക്കുണ്ട്. അത് ദുരുദ്ദേശമാണ്, എനിക്കറിയാം. പോവില്ല. ചില ദുരുദ്ദേശങ്ങൾ പോവില്ല. അതുകൊണ്ട് പറയുന്നതാണ്. അത് നിങ്ങളങ്ങ് ക്ഷമിക്കണം, മറ്റു വഴിയില്ല. അതുകൊണ്ട് മറ്റത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, സെറിബ്രൽ കോർട്ടക്സ്. ശരിയാണ്. അങ്ങനെ വരുമ്പോൾ സെറിബ്രൽ കോർട്ടക്സിൽ നിന്ന് വിവരങ്ങൾ അനുഭവമായി മാറുന്ന ഒരു വേളയിൽ ആ കാണുന്നവന്റെ ഉള്ളിൽ ഒരു പുരാതനൻ ഇടപെടും. അതിന് വേറൊരു പേരുണ്ട്, അതും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. എ ജനറ്റിക്കൽ എലമെന്റ്, ആനുവംശിക കഥാപാത്രം. മലയാളത്തിൽ പറഞ്ഞാൽ ആനുവംശിക കഥാപാത്രം അതിലിടപെടും. ഒരു ചെടി കാണുമ്പോൾ, ഒരു സ്ത്രീയെ കാണുമ്പോൾ, ഒരു പുരുഷനെ കാണുമ്പോൾ, ഒരു വീട് കാണുമ്പോൾ, ഒരു ക്ഷേത്രം കാണുമ്പോൾ, ഒരു കൊത്തുപണി കാണുമ്പോഴൊക്കെ രണ്ടുപേർ കാണുന്നത് ഒരുപോലെ അല്ലാതെയാകുന്നത് മനസ്സിലായോ എന്നറിയില്ല. രണ്ടുപേർക്കും രണ്ടു തരം വികാരമുണ്ടാകുന്നത് പൂർവചര്യകളുടെ അടിസ്ഥാനത്തിൽ, പൂർവ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ, കേട്ടും കണ്ടും പഠിച്ചും വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ്. അവിടെ ആ വികാര അംശത്തിലാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, സംതൃപ്തി, ആനന്ദം, ഇച്ഛ, രാഗം എല്ലാം ഉണ്ടാകുന്നത്. വസ്തു നിർജീവമാണ്, അതിനും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഭർതൃഹരിയെ ഉപയോഗിച്ചാൽ അദ്ദേഹം ദൃഷ്ടാന്തം കൊണ്ടാണ് ഇതിനെ ഉപമിക്കുന്നത്. രാജ്യമൊക്കെ ഉപേക്ഷിച്ചു പോയ ഭർതൃഹരി രാജാവായിരുന്നു. അദ്ദേഹം വനത്തിൽ ചെന്നു, ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു തിളങ്ങുന്ന വസ്തു കണ്ടത്. തിളങ്ങുന്ന വസ്തു കണ്ട ഉടനെ രാജാവായ അനേകം അറിവ് നേടിയിട്ടുള്ള അദ്ദേഹം പെട്ടെന്ന് ഓടി അതിൻ്റെ അടുക്ക പോയി. എടുക്കാനാണ് ഓടിപ്പോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ വേറൊരു വീക്ഷണകോണിൽ നിന്ന് ഒരു ആനുവംശിക കഥാപാത്രം ഉണർന്നു വന്ന് ചോദിച്ചു, ഹേ ഭർതൃഹരി, നീ എത്രയോ രത്നങ്ങൾ ഉപേക്ഷിച്ചാണ് ഈ വനത്തിൽ വന്നത്, പിന്നെയും നീ ഇതിനായിട്ട് ഓടുന്നത് എന്തിനാണ്? മനസ്സിലായോ എന്നറിയില്ല. ആദ്യം ഓടിയതും ഒരാൾ പ്രേരിപ്പിച്ചിട്ടാണ്, പൂർവാനുഭവങ്ങളിൽ നിന്നൊരാൾ പ്രേരിപ്പിച്ചിട്ടാണ് ഈ രത്നം കൈക്കലാക്കാൻ ഓടിയത്. ഓടുന്നതിനിടയിൽ അയാളുടെ തന്നെ പൂർവികമായ അനുഭൂതിയിൽ നിന്നൊരാൾ ഉണർന്നു വന്ന് ചോദിച്ചു, വൈകാരികമായി ചോദിച്ചു, ഹേ ഭർതൃഹരി, നീ എന്തിനാണ് ഓടുന്നത്? നീ എത്രയോ രത്നങ്ങൾ ഉപേക്ഷിച്ചാണ് ഈ വനത്തിൽ വന്നത്. അദ്ദേഹം തിരിച്ചു വന്ന് സ്വസ്ഥാനത്തിരുന്ന് രത്നം നോക്കിയിരുന്നു.
അപ്പോൾ അദ്ദേഹത്തോട് വേറൊരാൾ ചോദിച്ചു, ഈ രത്നം എന്തെല്ലാം കാണിക്കും? ഈ പുറത്ത് കാണുന്ന ഈ ഒരു രത്നം എന്തെല്ലാം അത്ഭുതം കാണിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 രാജകുമാരന്മാർ ആ വഴി വരുന്നത്. 2 കുതിരപ്പുറത്താണ് വരുന്നത്, മുമ്പിലൊരാളും പുറകിലൊരാളും. സഹോദരങ്ങളാണ്. 2 പേരുടെയും കയ്യിൽ വാളുണ്ട്. പുറകിലെ ആൾ മുമ്പിലെ ആളിനെ വിളിച്ചു പറഞ്ഞു, ഇടാ ഒരു രത്നം കിടക്കുന്നു. മുമ്പിലുള്ളയാൾ അതിനെ അല്പം അങ്ങോട്ട് കടന്നതാണ്. അയാൾ കുതിരയെ നിർത്തി താഴെ ഇറങ്ങി രത്നം കയ്യിലെടുത്തു. പുറകെ വന്നവൻ ഓടി വന്ന് പറഞ്ഞു, ഞാനാണ് ആദ്യം കണ്ടത്, അത് ഈ തരാൻ പറഞ്ഞു. ഞാനാണ് ആദ്യം എടുത്തത്, അതുകൊണ്ട് എൻ്റെയാണെന്ന് പറഞ്ഞു. രത്നം ഒന്നേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ട്? നൊട്ടിയിട കൊണ്ട് ഒന്നാമൻ രണ്ടാമൻ്റെ നെഞ്ചിൽ കുത്തി, രണ്ടാമൻ ഒന്നാമൻ്റെ നെഞ്ചിൽ കുത്തി മറിഞ്ഞങ്ങ് വീഴുകയാണ്. രത്നം നടുക്ക് കിടക്കുക. ജീവിതചര്യ രത്നങ്ങളെ, വസ്തുജാലങ്ങളെ, സ്ത്രീ പുരുഷന്മാരെ, പ്രകൃതിയിലെ സാധനങ്ങളെ, സാമഗ്രികളെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയാൽ ഈ രത്നം അവിടെ തന്നെ കിടക്കുകയും മൃത്യു വശകമാവുകയും ചെയ്യും എന്ന് ഭർതൃഹരി ഭംഗ്യന്തരേണ ഒരു ദൃഷ്ടാന്തം കൊണ്ട് നമ്മെ ബോധിപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കാം. കൊണ്ട് അവിടെ ഈ വസ്തുവിൽ നമ്മൾ പറഞ്ഞ പോലൊരു പ്രക്രിയ അല്ല നടക്കുന്നത്. നിങ്ങൾ ഊർജതന്ത്രത്തിൽ പഠിച്ചതുപോലെയല്ല കാഴ്ച. ഊർജതന്ത്രം പറയുന്നത് പോലെ ഭൗതികമല്ല കാഴ്ച. ഭൗതികേതരമായ ഒന്നാണ് കാഴ്ചയുടെ പിന്നിൽ. അതുകൊണ്ട് വിദ്യാഭ്യാസം ഭൗതിക അടിസ്ഥാനത്തിലല്ല നടത്തേണ്ടത്. ഭൗതികേതരമായൊരു വൈകാരികതയ്ക്കാണ് സാക്ഷരതയുണ്ടാവേണ്ടത്. സാക്ഷരത അപ്പോൾ 2: 1 വൈചാരിക സാക്ഷരത, 2 വൈകാരിക സാക്ഷരത. യൂണിവേഴ്സിറ്റികളിലൊക്കെ കിട്ടുന്നത് വൈചാരിക സാക്ഷരതയാണ്. നിങ്ങളൊക്കെ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് പഠിക്കാൻ പോയി തുടങ്ങി അല്ലേ? LKG 3 വയസ്സിലല്ലേ? 4 വയസ്സിൽ. 4 വയസ്സിലോ? 4 വയസ്സിലാണോ LKG? അല്ല, 3 വയസ്സിൽ LKG, 4 വയസ്സിൽ UKG, 5 വയസ്സിൽ 1-ാം ക്ലാസ് ഇല്ലേ? 6 വയസ്സിലാണോ? സോറി, ആയിരിക്കും. പഴയ കാലത്ത് ഇതിനു മുമ്പ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരു വിദ്യാഭ്യാസമുണ്ട്. അല്ല, അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അമ്മയിൽ നിന്ന് നേടുന്നൊരു വൈകാരിക സാക്ഷരതയുണ്ട്. അമ്മ ദോശ ഇടുമ്പോൾ കൂടെ ദോശ ഇട്ടും, അമ്മ പാത്രം കഴുകുമ്പോൾ കൂടെ പാത്രം കഴുകിയും, അമ്മ വെള്ളം കോരുമ്പോൾ കൂടെ വെള്ളം കോരിയും, പ്രകൃതിയിലെ ഓരോന്നുമായി വൈകാരികമായി അടുത്ത് സംതൃപ്തമാകുന്ന അതിൻ്റെ ഒരു അഭാവമാണ് ഈ കുമാരന്മാർക്ക് പറ്റിയത്. കാരണം അവരുടെ കാഴ്ചയുടെ ഭൗതികേതര അംശം പ്രകടമായില്ല. അതുകൊണ്ട് നമുക്ക് കാഴ്ചയെ ഉപസർഗങ്ങളില്ലാതാകാൻ മറ്റൊരു ദിശയിൽ പഠിക്കാം. എന്ത് കാണുമ്പോഴും ഉള്ളിൽ നിന്നൊരു ബോധം വന്ന് ആദ്യം ചോദിക്കുക, ഇതെന്ത് എന്നാണ്. ഈ അന്വേഷണത്തെ നമുക്ക് ജിജ്ഞാസ എന്ന പദം കൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ 2 പേരുണ്ടായി. ഒന്ന്, നമ്മളിൽ എല്ലാം അറിയും എന്ന് ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ അച്ഛൻ്റെ, അമ്മയുടെ, അപ്പൂപ്പൻ്റെ ഒക്കെ വാസനകൾ കൊണ്ട് അങ്കിതമായ, വാസന പ്രബലമായ അറിവ്. അതിനെ ശോധന ചെയ്യാൻ പര്യാപ്തമായി
ആന്തരികമായി രൂപാന്തരപ്പെടുന്ന ജിജ്ഞാസ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് മനുഷ്യൻ. ഇതിൽ നിന്ന് നമ്മുടെ വാസനകൾ പിതൃപുത്ര പാരമ്പര്യത്തിലല്ല നടക്കുന്നത്. പരസ്യങ്ങളിലൂടെ, മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയൊക്കെ ഏറ്റവും ഉള്ളിലുള്ള നമ്മുടെ വാസനയെ മാറ്റിവെച്ചിട്ട് പരധർമാനുസൃതമായ വാസനയിലാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അശാന്തി കൂടപ്പിറപ്പാവും. സ്വധർമാനുഷ്ഠാനനിഷ്ഠമായ സ്വവാസനയ്ക്കനുസരിച്ചല്ല നമ്മുടെ ചര്യകളൊന്നും. അതിന് ക്ലേശമില്ല. കാരണം നാം ഇതിനു മുമ്പുള്ള ഒരു ജീവിതചര്യയിൽ ഇപ്പോൾ ഉള്ളതല്ല. ഇതിനു മുമ്പ് അച്ഛനായോ അപ്പൂപ്പനായോ അമ്മാവനായോ ഒക്കെ ജീവിച്ച ഒരു ജീവിതചര്യയിൽ ആ ചര്യാവേളകളിൽ നമ്മളിലുണ്ടായ ആഗ്രഹങ്ങൾ സമഷ്ടിയിൽ അർപ്പിച്ച് അംഗീകാരം നേടി അതിനുള്ള സാധനങ്ങളും സാമഗ്രികളുമെല്ലാം സുസജ്ജമായ ഒരു ദേശത്തേക്കാണ് നമ്മൾ വന്ന് ജനിക്കുന്നത്. അത് നമ്മുടെ പ്രാണന്റെയും മനസ്സിൻ്റെയും കളിയിൽപ്പെട്ടതാണ്. മനസ്സ് ആഗോള വ്യാപകമായി ഒന്ന് മാത്രമേ ഉള്ളൂ. അതില് വെഷ്ടി മനസ്സുകൾ സമർപ്പിക്കുമ്പോൾ ആ മനസ്സ് ഉൽപ്പന്നമാക്കുന്നതാണ് സമഷ്ടി ദ്രവ്യങ്ങളെല്ലാം. അതിൽ തിരിച്ചറിയേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ, എൻ്റെ വാസനയ്ക്കനുസരിച്ചാണ് ഈ സാധനം. അതുകൊണ്ട് സത്യസന്ധമായി ഇതിനെ ഞാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ജിജ്ഞാസ വളരെ നേരത്തെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. അതാണ് ചോദിക്കുന്നത്, ഇതെന്ത്? യഥാർത്ഥത്തിൽ നമ്മൾ ഓരോന്ന് കാണുമ്പോഴും ഈ ജിജ്ഞാസാപ്രേരിതമായ ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഈ ഉണ്ടാകുന്ന അറിവിനെ നമുക്ക് വൃത്തി എന്ന് വിളിക്കാം. ഇതം വൃത്തി. ഇതെന്ത്? നിങ്ങൾക്ക് അങ്ങനെയാണോ ആദ്യം ഓരോന്നും തോന്നിയെന്ന് നോക്കുക. നിങ്ങൾ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചിട്ടുണ്ടോ അതെന്താ? കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ മടുക്കും, വഴക്ക് പറയും. അപ്പോൾ ഒരു കാര്യം തീരുമാനിക്കും, ഇങ്ങനെയുള്ളതൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ നമ്മളിൽ ഉൽപ്പന്നമാകുന്ന ജിജ്ഞാസയെ ശമിപ്പിക്കുകയല്ല, ശോധിക്കുകയല്ല, തകർക്കുകയാണ് പലപ്പോഴും സാമൂഹികമായി സംഭവിക്കുന്നത്. പിന്നെയാണ് നമ്മൾ ഒതുങ്ങി അതൃപ്തരായി കിട്ടിയതൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്നത്. അറിഞ്ഞിട്ടല്ല. അവിടെ ഇതെന്ത് എന്ന വൃത്തി ഉൽപ്പന്നമാകുന്നിടത്തെല്ലാം ഇതിന്നതാണ് എന്ന് അതിൻ്റെ രൂപം മനസ്സ് സ്വീകരിച്ച് പലതായിത്തീരുക എന്ന കഴിവുള്ള മനസ്സ്. നമ്മുടെ മനസ്സിന് എന്തുമാകാൻ കഴിവുണ്ട്. ജിജ്ഞാസയെ ശരിയായ ദിശയിൽ ഒരു ചര്യയിൽ വളർത്തിക്കൊണ്ടുപോയാൽ മനസ്സിന് എന്തുമാകാം. അതുകൊണ്ട് ഇതമെന്ന വൃത്തിയിൽ നിന്ന് വിഷയാകാര വൃത്തി മനസ്സിൽ വീഴും. അതിനെ മനോവൃത്തി എന്ന് പറയും. മനസ്സ് തന്നെ ചിത്തമെന്ന നിലയിൽ ആ വസ്തുവിനെ പ്രിയമോ അപ്രിയമോ ഉണ്ടാകുന്ന ആയിരം ചരിത്രം കൊണ്ടുവന്നതിൽ ചേർക്കും.
ഇതിന് ചിത്തവൃത്തി എന്ന് പറയും. ഇപ്പം ഈ മൈക്ക് കണ്ടു, ഇതെന്താണെന്ന് ചോദിച്ചു. മൈക്കാണ്. ഇത് കണ്ടുപിടിച്ചവൻ ചിത്തവൃത്തിയിലേക്ക് വന്നു. ഇത് വാങ്ങിക്കാൻ പോയ ആൾ ചിത്തവൃത്തിയിലേക്ക് വന്നു. ഇത് വാങ്ങിച്ചത് എനിക്ക് പ്രിയമുള്ളയാളാണ് എന്ന് ചിത്തവൃത്തിയിലേക്ക് വന്നു. ഈ മൈക്ക് എനിക്ക് പ്രിയങ്കരമാണ് എന്നുള്ള ചിത്തവൃത്തിയിലേക്ക് വന്നു. ഇതിലൂടെ ഞാൻ സംസാരിക്കുമ്പോഴാണ് അന്യർ കേൾക്കുന്നത് എന്ന ചിത്തവൃത്തിയിലേക്ക് വന്നു. ഇങ്ങനെ ചിത്തവൃത്തിയിൽ, സ്മരണയുടെ ഏടുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോഴും കാണാം ചില കുട്ടികളിൽ ഈ ചിത്തവൃത്തി ജന്യമായ അറിവ് പൂർവികമായി കിടക്കുന്നത് ഉണരുമ്പോഴാണ്. ഒരു കേൾവിയിൽ കാണാതെ പഠിക്കുന്നതോ ഒരു പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രതിഭയുണ്ടായി മറ്റുള്ളത് കണ്ടുപിടിക്കുന്നതോ ഒക്കെ. അവിടെ നമ്മൾ മുമ്പ് പഠിച്ച പോലെ ഭൗതിക വസ്തു കണ്ണിൽ വീഴുകയും അതിൻ്റെ ഭൗതികമായ അറിവുണ്ടാകുകയൊന്നും അല്ല ചെയ്യുന്നത്, പ്രതിഭയുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളോടൊരു ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ എത്ര പേജ് വേണമെങ്കിലും എഴുതി തരാൻ പറ്റും. മനസ്സിലായോ എന്നറിയില്ല. പ്രതിഭയില്ലാത്തവനാണെങ്കിൽ എന്താ കണ്ടേ? മൈക്ക് കണ്ടു. മൈക്ക് കണ്ടെന്ന് പറഞ്ഞില്ലേ? മൈക്ക് കണ്ടു. മറ്റവൻ മൈക്കുണ്ടായതിൻ്റെ ഒരു ചരിത്രം, മൈക്ക് വാങ്ങിച്ചവൻ, മൈക്ക് കൊണ്ടുള്ള ഉപഭോഗങ്ങൾ, ഇതൊക്കെ പരമ്പരയാ അവൻ്റെ സ്മരണയിൽ, ചിത്തവൃത്തിയിൽ രൂപാന്തരപ്പെടും. അവിടെയാണ് വൈകാരികത മെല്ലെ വളർന്നു പോകുന്നത്. ഈ വൈകാരികതയ്ക്കനുസരണമായി ഈ വസ്തുക്കളെല്ലാം നമ്മളെ ജീവിതത്തിൽ ചലിപ്പിക്കും. അത് സ്വോദ്ദേശ്യങ്ങളായ ചലനങ്ങൾ, നിരുദ്ദേശ്യങ്ങളായ ചലനങ്ങൾ, ഇങ്ങനെയൊക്കെ ചലനങ്ങളുണ്ടാകും. സ്വോദ്ദേശ്യ ചലനങ്ങൾ മറ്റ് ചിലരുടെ സ്വോദ്ദേശ്യ ചലനങ്ങൾക്ക് വിരുദ്ധമായാൽ യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടാകും. അശാന്തി ഫലമായി തീരും. തന്നിലുണ്ടാകുന്ന സ്വോദ്ദേശ്യങ്ങളായ ചലനങ്ങളെ മനോഹരമായി അവതരിപ്പിച്ച് അന്യനെ സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ അവരെല്ലാം സാമന്തന്മാരെ പോലെ പെരുമാറും. തനിക്കുണ്ടായ സ്വോദ്ദേശ്യങ്ങളായ ചര്യകൾ അന്യന് വിരുദ്ധമാണെന്ന് തോന്നിപ്പിച്ചാൽ ഏറ്റുമുട്ടലുകളുണ്ടാവും. ഇതൊക്കെയാണ് പഴയ കാലത്ത് വളരെ ചെറുപ്പത്തിലെ ദൃശ്യത്തെ വെച്ചുകൊണ്ട് അവർ പഠിച്ചത്. ഇത് തന്നെ ശബ്ദത്തിന് ബാധകമാണ്, ഇത് തന്നെ സ്പർശത്തിന് ബാധകമാണ്, ഇത് തന്നെ രൂപത്തിനും രസത്തിനും ഗന്ധത്തിനും ബാധകമാണ്. ഒരെണ്ണം പഠിച്ചാൽ എല്ലാം പഠിച്ചോണം. കാഴ്ച മാത്രം എടുത്തു വെച്ചാൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കാണുക എന്നൊരു പ്രക്രിയയിൽ വസ്തു എന്ത് എന്ന ഇതംവൃത്തി, അതിൽ നിന്ന് മനോവൃത്തി, ചിത്തവൃത്തി, ബുദ്ധിവൃത്തി, ഇത് കഴിയുമ്പോഴാണ് ബുദ്ധി, നിശ്ചയാത്മികയായ ബുദ്ധി ഉണർന്ന് ഇന്നതാണ് എന്ന് നിശ്ചയിക്കുന്നത്. ഇത്രയും പ്രക്രിയയുണ്ട്. ഈ പ്രക്രിയക്കിടയിൽ പൂർവാനുഭവങ്ങളുടെ ആയിരം തലങ്ങൾ കയറി വരുമ്പോഴെല്ലാം ഉപസർഗങ്ങളായ ലോഭം, അസത്യം, അതുപോലെ തന്നെ നാസ്തിക്യം, ഇതുണ്ട് എന്നതിന് പകരം ഇല്ല എന്ന ചിന്ത, നരാപരാധം, ഇതെല്ലാം കയറി വരും. ഇവയാണ് ഉപസർഗങ്ങളെന്ന് പൂർവാചാര്യൻ പറയുന്നത്. അതിലേറ്റവും അപകടകരമായതാണ് നരാപരാധം, മറ്റുള്ളവനെ ഉപദ്രവിക്കുക. ഇതെല്ലാം അതിൽ നിന്ന് വരുന്നതാണ്. ഈ ഉപസർഗങ്ങളില്ലാതെ ജീവിതചര്യയെ കൊണ്ടുപോകണം. അതെങ്ങനെ കൊണ്ടുപോകാം?
ചെറുപ്പത്തിലെ അതിന് പരിശീലിക്കണം. 10 കൽപ്പനകൾ പാലിച്ച് ജീവിതം കൊണ്ടുപോകണം. ഒന്നിനെയും ഉപദ്രവിക്കരുത്. ഹിംസ. 2 കക്കരുത്. സ്ഥേയം. കൊച്ചുകുട്ടികളാണ് നിങ്ങൾ, നിങ്ങളോട് പറയാൻ പ്രായമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്യഥാകാമം, ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്. ഹിംസ, സ്ഥേയം, അന്യഥാകാമം 3 ശാരീരികമായ പാപങ്ങളാണ്. ചര്യ കൊണ്ടുപോകുമ്പോൾ ഇത് 3 ഒഴിവാണ്. എന്തിന്, എന്തുകൊണ്ട്, എങ്ങനെ? ഒരു ഹിംസ ആരെയെങ്കിലും വാക്കോ മനസ്സോ ശരീരമോ കൊണ്ട് ഹിംസിക്കുകയാണെങ്കിൽ ആർക്കാണ് വേദനിക്കുന്നത്? നിങ്ങളുടെ അറിവിൽ ആർക്കാണ് വേദനിക്കുന്നത്? നിങ്ങൾ ഒരാളെ അടിക്കുമ്പോൾ അടി കൊള്ളുന്നവനാണോ യഥാർത്ഥത്തിൽ വേദനിക്കുന്നത്, അടിക്കുന്നവനാണോ? വേദനിക്കുന്നത് ആർക്കാണെന്നാണ് ചോദിച്ചത്. നിങ്ങളാകെ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. രാമൻ ഗോപാലനെ ഇടിക്കുകയാണ്. ഗോപാലനെ ഇടിക്കുമ്പോൾ ഗോപാലന് അല്ലെന്നാണ് ഭാരതീയ ദർശനം. കാരണം മനസ്സ് ഏകമാകയാൽ ഗോപാലനെ ഇടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇടിക്കുന്ന രാമനും ഇടികൊള്ളുന്ന ഗോപാലനും ഇടിയേറ്റ് ഗോപാലന്റെ കരച്ചിലും ഗോപാലന്റെ വേദനയും ഇടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ബുദ്ധിയിൽ, മനസ്സിൽ, ചിത്തത്തിൽ രാമൻ രേഖപ്പെടുത്തി കഴിഞ്ഞു മാത്രമാണ് ഇടിക്കുന്നത്. അവിചാരിതമായി നിൽക്കുന്ന ഗോപാലന് ഇടികൊണ്ടാൽ വേദന അല്പമാത്രമാണ്. കൊള്ളുന്നതുകൊണ്ട് അവന്റെ കോശങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയാൽ ആരോഗ്യം കൂടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണോ എന്നറിയില്ല. ഓരോ അടിയും ഓരോ ഇടിയും താൽക്കാലികമായൊരു വേദനയിൽ നിന്ന് ശക്തമായ പ്രതികരണത്തിനുള്ള ഭാവതലങ്ങളായി ഗോപാലനിൽ രൂപപ്പെടുമ്പോൾ താൻ കാത്തിരുന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായി ഉപദ്രവിക്കാൻ ഒരുങ്ങി രൂപാന്തരപ്പെട്ട മനസ്സ് വ്യാപനശേഷിയുള്ളതായതുകൊണ്ട് സ്വപ്നങ്ങളിൽ മുഴുവൻ അതിൻ്റെ വേദന ഏറ്റുവാങ്ങേണ്ടി വരുന്നത് രാമനാണ്. ജാഗ്രത്തിനേക്കാൾ യാഥാർത്ഥ്യവും ജാഗ്രത് സ്വപ്നത്തിൽ ലയിക്കുന്നതുമാകൊണ്ട് ചര്യയിൽ രാമന്റെ ജീവിതചര്യ ദുഃഖപൂർണമാകുന്നു. ദൃഷ്ടവും അദൃഷ്ടവും ദൃഷ്ടാദൃഷ്ടവും കലർന്ന്
രാമന്റെ കോശാന്തരങ്ങൾ ആരും അടിക്കാതെ നിത്യവും നിരന്തരവുമായി അടികൊള്ളുന്നു. അവ പൂർവകർമാർജിതമായ പാപങ്ങളായിത്തീരുകയാൽ മഹാരോഗങ്ങളുടെ പന്ഥാവിലേക്ക് വഴുതി വീഴുന്നു. ഇവിടെയാണ് ചര്യയുടെ ശുദ്ധീകരണം അനിവാര്യമാണെന്ന് ഭാരതീയ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. ഭാവാത്മക തലത്തിൽ അറിവുണ്ടായാൽ പോരാ, അനുഷ്ഠാനപ്രധാനമായ ചര്യാധിഷ്ഠിതമായ അനുഭവം ഉണ്ടാകണമെന്ന് അവർ പറയുന്നത് ഇവിടെയാണ്. ആവട്ടെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? ശരി പോലെ തോന്നുന്നുണ്ട്. വേറൊരു തരത്തിൽ ഞാൻ പറയാം. നിങ്ങളൊരാളെ ഉപദ്രവിക്കുന്നു. അയാളെ ഉപദ്രവിക്കുന്നത് ഒരു പത്രമാധ്യമത്തിൽ വരുന്നു. അയാളെ ഉപദ്രവിച്ചു വന്നു. 1000-ഓ 10,000-ഓ മൈൽ അകലെയുള്ള ഒരാളിരുന്ന പത്രം വായിക്കുന്നു. അടി അവിടെ കൊണ്ടവനേക്കാൾ വേദന അത് വായിക്കുമ്പോൾ അറിവിൽ മറ്റേയാളിനുണ്ടാകുന്നതായി അനുഭവമുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. വെറുതെ ഒരിടത്തിരിക്കുന്ന ഒരുത്തൻ രാവിലെ ഒരു പത്രം എടുത്തു വായിച്ച് ഡൽഹിയിൽ എവിടെയോ ഒരാളെ കുത്തിയെന്നോ മുറിവേൽപ്പിച്ചുവെന്നോ അയാളെ ഉപദ്രവിച്ചുവെന്നോ ഉള്ള ഒരറിവ് കേരളത്തിൽ കൊയിലാണ്ടിയിലിരുന്ന് പത്രം വായിക്കുന്ന ഒരാൾക്ക് തോന്നി. അയാൾക്ക് ഹൃദയസ്തംഭനമോ മറ്റുള്ളതോ ഉണ്ടാകുമാറാ വേദന പടരുന്നു എങ്കിൽ അതേ അവസ്ഥ എന്നെങ്കിലും ഒരിക്കൽ സംജാതമാകുന്ന അടിച്ചവന്റെ കോശങ്ങളിൽ എത്ര ശക്തമായ വേദന നാളെ ഉണ്ടാവേണ്ടതാണ്. ഇന്നത് വേദനയായി പ്രകടമായില്ലെങ്കിൽ വേദനയുടെ സൂക്ഷ്മരൂപത്തിൽ അവൻ അതാഹരിച്ച് സൂക്ഷിക്കുകയാണ്. നാം ലോകത്തിൽ എവിടെയെല്ലാം ഹിംസ ചെയ്യുന്നു അവിടെയെല്ലാം നാളെ വരാനിരിക്കുന്ന വേദനയുടെ സൂക്ഷ്മങ്ങളായ ബീജങ്ങളെ ആഹരിക്കുന്നു. അത് അനേകവിധ രോഗങ്ങൾക്ക്, അനേകവിധ ദുഃഖങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ഹിംസ പൂർണ്ണമായി വെടിഞ്ഞ മനസ്സ് പരിപക്വമായ അവസ്ഥയിലേക്ക് പ്രകടമാകുമ്പോൾ ദൗഷ്ട്യം താന്ന് വശകമായിത്തീരുന്നു. തനിക്ക് അനുകൂലമായി തൻ്റെ അറിവിന് താഴെ വന്നു നിൽക്കുന്നു. ചര്യയെ ഇങ്ങനെ ക്രമപ്പെടുത്തുന്നതിനെപ്പറ്റി പൂർവികർ ചിന്തിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. വിധി ശുശ്രുമ പൂർവേശാം യേനസ്തത് വ്യാചചക്ഷിരേ എന്നൊക്കെ ഉപനിഷത്തുകൾ പറയും. ഇങ്ങനെ പൂർവന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഹിംസ രണ്ട്, സ്ഥേയം കക്കുക. ഒരു വസ്തു ഒരിടത്ത് കണ്ടാൽ എൻ്റെ പോലെ ഉപയോഗിക്കാം. അവൻ്റെതും എൻ്റെതും എന്ന് വേറെയൊന്നുമില്ല. ആ ഉപയോഗമല്ല, അതിൻ്റെ ഉടമസ്ഥതയിലേക്ക് സ്വന്തമാക്കാനുള്ള ശ്രമമാണ് കളവെന്ന് പറയുന്നത്. മറ്റതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല.
ഒരു വസ്തു സമർത്ഥമാകുന്നത് അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുമ്പോഴാണ്. പഴയ കാലത്തൊക്കെ കേരളത്തിൽ നോക്കിയാൽ അറിയാം, ഒരു വീട്ടിൽ തൂമ്പ മേടിച്ചിട്ടുണ്ടാവും, വേറൊരു വീട്ടിൽ മൺവെട്ടി വാങ്ങിച്ചിട്ടുണ്ടാവും. അവിടുന്ന് തൂമ്പ എടുത്തുകൊണ്ട് വന്ന് ഉപയോഗിക്കും, ഇവിടുന്ന് മൺവെട്ടി എടുത്തുകൊണ്ട് ഉപയോഗിക്കും. ഇന്നൊക്കെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും ആ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ക്ലാസ് കഴിഞ്ഞ് ഉച്ച സമയത്തോ ഇന്റർവെല്ലോ ഇറങ്ങുമ്പോൾ പ്രായം ചെന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അപ്പുറത്തായിരിക്കും മുളക് വാങ്ങിച്ചിരിക്കുന്നത്, അതിൽ നിന്നൊരു 10 എണ്ണം വാങ്ങിച്ചുകൊണ്ടെന്ന് ഇവിടെ ഉപയോഗിക്കും. എണ്ണയൊക്കെ വാങ്ങിക്കുക, പിന്നെ കൊടുക്കേണ്ടതുണ്ട്. ഒരു വിശേഷ അവസരമൊക്കെ വന്നാൽ അപ്പുറത്തെ വീട്ടിലെ ടംബ്ലറും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. ഇപ്പം അങ്ങനെ അന്യോന്യ പാരസ്പര്യമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. പുതിയൊരു കല്ല് പെൻസില് വാങ്ങി കുട്ടിക്ക് കൊടുത്താൽ അവൻ സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ കൂടെയുള്ളവർക്ക് ഓടിച്ചോടിച്ചു കൊടുക്കും, എന്നിട്ട് എഴുതും. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. കാരണം അതിൻ്റെ ഉപഭോഗമാണ് നടക്കേണ്ടത്. ഉപഭോഗ സമർത്ഥമായി ആണ് അവരുടെ മനസ്സ് ചിന്തിച്ചത്. അങ്ങനെ ഉപയോഗിക്കുന്നതിനെ അല്ല ഞാൻ കളവെന്ന് പറഞ്ഞത്. പ്രത്യേകം ഓർക്കണം നിങ്ങൾ. കളവെന്ന് പറഞ്ഞാൽ ഉടമസ്ഥത മറ്റൊരുത്തൻ്റെതാണ് എന്ന് ഞാൻ വിചാരിക്കെ ആ ഉടമസ്ഥതയെ അവൻ്റെ അനുമതിയില്ലാതെ മാറ്റുന്നത്. അനുമതിയോടെ മാറുന്നതിന് ദാനമെന്നാണ് പേര്. ദാനത്തിനൊരു നിയമമുണ്ട്. ഒരു പശുവിനെയൊക്കെ വളർത്തുന്ന വീടുകളിൽ ചെന്നിട്ട് ഒരു പശുവിനെ നിങ്ങൾ ചോദിച്ചാൽ അവർ ആ പശുവിനെ തരുമ്പോൾ അത് വിലയ്ക്ക് തന്നാലും വിലയില്ലാതെ നിങ്ങൾക്ക് തന്നാലും ആ തരുന്ന സമയത്ത് അവർ പറയും ഒരു കയറ് കൊണ്ടുവരണം എന്ന് പറയും. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഒരു കയറ് കൊണ്ടുവരണം, കെട്ടിക്കൊണ്ടുവരണം. ഇവിടുത്തെ കയറിൽ അത് തരില്ല. കേട്ടിട്ടുണ്ടോ? എന്താണ് ആ ആചാരത്തിന് ഒരുപക്ഷെ കാരണം? ഇത്രയും കാലം അയാൾ പിടിച്ച കയറാണ്. ആ കയറിൻ്റെ ദേവതയും പശുവിൻ്റെ ദേവതയും അയാളുടെ ദേവതയും തമ്മിലുള്ള ഒരു ചേർച്ചയിൽ, ദേവത മീൻസ് ഇൻ്റലിജൻസ്. കയറിൻ്റെ ഒരു ഇൻ്റലിജൻസ് ഉണ്ട് നമുക്കുള്ള പോലെ. അതിൻ്റെ ചേർച്ചയിൽ ആ കയറിടുമ്പോഴൊക്കെ അയാളെ അനുസരിക്കണം എന്നൊരു ബോധമുണ്ടാവും. അപ്പം നിങ്ങളൊരു പുതിയ കയറ് കൊണ്ടുവന്ന് കെട്ടി പുതുതായി കൊണ്ടുപോകുമ്പോൾ പശുവിന് ബോധ്യമാവും എന്നെ കൈമാറുകയാണ്. അതിലൂടെ സ്വത്വം നിവർത്തിക്കും. പ്രാചീനർ അതിനുപയോഗിച്ച പദം സ്വസ്വത്വ നിവൃത്തി പരസ്വത്വാപാദനം ദാനം. അറിഞ്ഞ് സ്വന്തം സ്വത്വം നിവർത്തിച്ച് വേറൊരാളുടെ സ്വത്വത്തെ അതിൽ ഉടമസ്ഥത വരുത്തി കൈമാറുന്നതാണ് ദാനം. ആരോട് എന്തു വാങ്ങിക്കുമ്പോഴും പ്രയോജനപ്പെടണമെങ്കിൽ അവൻ്റെ സ്വത്വം അവിടുന്ന് നിവർത്തിച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അവൻ്റെ മനസ്സും കൂടെ ആ വസ്തുവിനോടൊപ്പം ഇങ്ങ് വരും. അത് മേടിച്ചത് മുതൽ നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടുകളിലെല്ലാം അവൻ്റെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. അവൻ്റെ ഷർട്ട് എടുത്തിട്ടു, അതിൽ അവൻ്റെ മനസ്സുണ്ടാവും. അവളുടെ മാല വാങ്ങിച്ചിട്ടു, അതിൽ അവളുടെ മനസ്സുണ്ടാവും. വെറും ഭൗതികമല്ല. അപ്പൊ കലർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ചര്യയിൽ വളരെയധികം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പൗരാണികർ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇതൊന്നും നോക്കാതെ ചര്യ ചെയ്യുന്നവരാണ് അല്ലേ? സ്കൂളിൽ വെച്ച് തന്നെ, ക്ലാസ് റൂമിൽ വെച്ച് തന്നെ അവനോട് പറഞ്ഞു ഷർട്ട് ഊരി തരാൻ പറഞ്ഞു. എൻ്റെ ദൂരി അവനോട് എടുത്തു, അവൻ്റെ ദൂരി ഞാൻ ഇട്ടു. ഒരപകടമാണ് ഞാൻ പറഞ്ഞത്, മനസ്സിൻ്റെ ഈ മാറ്റം. ഇതിനേക്കാൾ വളരെ വലിയൊരു അപകടമുണ്ട്. പ്രസംഗാത് സഹഭോജനാത് സഹശയ്യാച ആഗന്തുജങ്ങളായ ഔപസർഗിക രോഗാഹ സംക്രാമന്തി നരാന്നരം. അയാളുടെ മനസ്സ് മാത്രമല്ല, അയാൾ വളർത്തിയ ഒട്ടേറെ ജീവികൾ അതിൻ്റെ കൂടെ വരും.
മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കിയാൽ മാത്രമുള്ളത്, നമുക്ക് കാണാൻ വയ്യാത്തത്. അദൃഷ്ടങ്ങളായ അനേകം കൃമികൾ നമ്മളോടൊപ്പം ഉണ്ടാവും. ചരിയൊന്ന് മാറിയാൽ അവൻ കിടന്ന പായ കിടന്നു, അവനെ കെട്ടിപ്പിടിച്ചിരുന്നു, സ്വഭാവത്തിലൊക്കെ മാറ്റം വരും. ഇപ്പം നിങ്ങളുടെ പുതിയ തരം സ്കൂളുകളിലൊക്കെ ചെന്നാൽ പെൺകുട്ടികളോടൊപ്പം ഇരുന്നാണ് ആൺകുട്ടികൾ പഠിക്കുന്നത്. ആം ഐ റൈറ്റ്? ഒരു പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടാണ്. വീട്ടിൽ പശുവിനെയൊക്കെ വളർത്തുമ്പോൾ ഈ കാരണവന്മാർക്കറിയാം, ഇതിൽ വയസ്സായ ഒരു 1-2 പേര് ഇരിക്കുന്നതുകൊണ്ട് അവർക്കറിയാം. വീട്ടിൽ പശുവിൻ്റെ കൂടെ അഴിച്ചു വിട്ടിരിക്കുന്ന കാളക്കുട്ടിയെ നോക്കിയാൽ അതിന് ശൗര്യം ഉണ്ടാവില്ല, അതിന് പുരുഷത്വം ഉണ്ടാവില്ല. ഹോർമോണുകൾ അതിൻ്റെത് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ പഴയ ആളുകൾക്ക് അറിയാമായിരുന്നു, അവരത് പ്രയോഗിച്ചിരുന്നു. ഇന്നുള്ളവർക്ക് ശാസ്ത്രജ്ഞന് മാത്രം അറിയാം, പ്രയോഗത്തിലില്ല. ഒട്ടേറെ ആഗന്തുജങ്ങളായ അണുകൃമികൾ ഉണ്ടെന്ന് ഇന്നും അറിയാം. ഹ്യൂമൻ ചൈൽഡ് വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹ്യൂമൻ ബർ വൈറസ്, ഇങ്ങനെ ഒരുപാട് വൈറസുകളുണ്ട്. ഒരുപാട് തരം അമീബകളുണ്ട്, ഒരുപാട് തരം ബാക്ടീരിയകളുണ്ട്. ഇവയൊക്കെ ഉണ്ടാക്കുന്നതാണ് കുഷ്ഠം തുടങ്ങിയ രോഗങ്ങളെല്ലാം. അതുകൊണ്ട് പൂർവാചാര്യന്മാർ പറഞ്ഞത് അത്യന്തം പ്രസംഗമരുത്. പ്രഭാഷണമല്ല, പ്രകർഷേണയുള്ള സംഘം, ചേർച്ച, പ്രസംഗ. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. ചര്യയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ പലതരം രോഗങ്ങൾ കലരുന്നു ലോകത്ത്. പുതുത് പലതും ഉണ്ടാകുന്നു. കാരണം 2 അണുകൃമികൾ ചേർന്ന് അവയുടെ അമിനോ അമ്ലത്തെ മാറ്റിമറിച്ച് പുതിയ അമിനോ അമ്ലമുള്ള വേറൊരു ജീവി ഉണ്ടാകുന്നു. ഇതിനെ കണ്ടിട്ടാണ് ചരകനും സുശ്രുതനും ഒക്കെ പറഞ്ഞത്, വീട്ടിലെ കിണറിൽ നിന്ന് വെള്ളം കോരുമ്പോൾ വരെ ചര്യാമര്യാദ അനുസരിച്ച് പതിവായി കോരുന്നവരെ കോരാവും. അനേകം അണുകൃമികളുണ്ടാവും. ദൃഷ്ടങ്ങളെന്നും അദൃഷ്ടങ്ങളെന്നും 2. അഥർവവേദം കൃമിപ്രകരണമെടുത്ത് പഠിച്ചാൽ, അഥർവവേദമൊക്കെയാണ് ചര്യയിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ വളരെ കൂടുതലായി തന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഭാരതത്തിൻ്റെ ധർമ്മസംഹിതകൾ ഓരോന്നും ഉണ്ടായത്. ശ്രൗതസൂത്രങ്ങളും ധർമ്മസൂത്രങ്ങളും കൽപ്പസൂത്രങ്ങളും ഒക്കെയായിട്ട് ഒരുപാടുണ്ട്. അവയിൽ ജീവിതത്തിൻ്റെ ഓരോ രംഗത്തുമുള്ള ചര്യയുണ്ട്, ജനനം മുതൽ മരണം വരെ. അതിൻ്റെ കാരണമായ ഘടകമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ചര്യയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. യഥാർത്ഥത്തിൽ എനിക്ക് തന്നിരിക്കുന്ന വിഷയത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മര്യാദാമസൃണമായി ആ സൂത്രങ്ങളെ വെച്ചുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കേണ്ടത്. ഒരു ഭയം കാരണമാണ് ഞാനിതിൻ്റെ ആദ്യ രൂപം നിങ്ങളോട് ആദ്യം പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് ഉൾക്കൊള്ളും എന്ന സംശയം എനിക്കുള്ളത് കൊണ്ടാണ്. നിങ്ങളത് അതിന് ഉപോത്ബലകമായ തലത്തിൽ പഠിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റ് തന്നെയാണിപ്പോൾ. അതല്ലെങ്കിൽ ആദ്യം അതുണ്ടായി വരാനുള്ള കാര്യകാരണങ്ങൾ. ഇപ്പൊ ഹിംസ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഹിംസിക്കുന്നവനുള്ള ഭാവിയാണ് അതിലൊളിഞ്ഞിരിക്കുന്നത്. സ്വപ്ന രൂപേണ, സുഷുപ്ത രൂപേണ. കക്കുമ്പോൾ എൻ്റെ അല്ലാത്ത ഒന്ന് ഞാൻ എടുത്തു എന്നറിയുമ്പോൾ മനസ്സ് താഴേക്ക് പോകും. ഏതൊരു ആനുകൂല്യവും അർഹതയില്ലാതെ നേടുമ്പോൾ
അധമ മനോഭാവമുണ്ട്. അധമ മനോഭാവം അക്രമങ്ങൾക്ക് വഴിവെക്കും. ആശ്രമമായതുകൊണ്ട് എനിക്കിതിന് ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് എനിക്കറിയില്ല. മറ്റൊരാളുടെ ഒരു ആനുകൂല്യവും വാങ്ങാതെ വളരുന്നവർക്ക് വല്ലാത്തൊരു അഭിമാനമുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഔദാര്യം വാങ്ങുന്നവന് ഒരപമാനമുണ്ട്. Am I right? നിങ്ങൾ കുട്ടികൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ ചില ആനുകൂല്യങ്ങൾ മേടിക്കുന്ന അച്ഛനമ്മമാരുടെ മക്കളാണ്. ഗവൺമെൻറ് നേരിട്ട് തരുന്ന ചില സംവരണ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നവരാണ്. ചില അധീശത്വം, ചില അധികാരങ്ങളൊക്കെ ചില പ്രത്യേക വിഭാഗങ്ങൾ എന്ന നിലയിൽ മേടിക്കുന്നവരാണ്. ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് അറിയുമ്പോഴെല്ലാം നിങ്ങൾക്കൊരു അധമത്വം വരും. അധമത്വം വരുമ്പോഴെല്ലാം നിങ്ങൾ അധമത്വം ഇല്ലെന്ന് സ്ഥാപിക്കുവാൻ മനസ്സിനെ കുറെ കൂടി ഉയർത്തി വെക്കാൻ ശ്രമിച്ച് അഭിനയിക്കാൻ തുടങ്ങും. അതിനൊരു പദമുണ്ട്. നിങ്ങൾ എന്താ അതിന് പറയുക? സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ആരെങ്കിലും ഒരാളോട് ചൂടാകാൻ തുടങ്ങുമ്പോൾ നോക്കിയാൽ മതി, അവൻ എന്തോ ഒരു അധമത്വമുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ ചൂടിന് കാരണമായി കയറി വരുന്നത്. എല്ലാ ആനുകൂല്യങ്ങളും വീട്ടിൽ നിന്ന് കിട്ടിയാൽ പോലും, വീട്ടിൽ നിന്ന് മിക്കവാറും അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു ആനുകൂല്യം കൂടുതലായി ഒരുത്തന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റവൻ രക്ഷപ്പെട്ടു പോവുകയും ഇവൻ അധപ്പതിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ബുദ്ധിമാൻ നേരത്തെ പറയും, അനധികൃതവും അർഹതയില്ലാത്തതുമായ യാതൊന്നും എനിക്ക് വേണ്ട. ഞാൻ പണിയെടുക്കുന്നുണ്ട്, അതിനുള്ള അർഹതയ്ക്കുള്ളത് മാത്രമേ എനിക്ക് കിട്ടാവൂ. പത്രങ്ങൾ, മറ്റു മാധ്യമങ്ങൾ, ചുറ്റുപാടുകൾ, സുഹൃത്തുക്കൾ, മറ്റുള്ളവരൊക്കെ തരുന്ന സാധനങ്ങൾ വാങ്ങിപ്പോയെങ്കിൽ കുടുങ്ങിയതാണ്. ഇതുപോലെ മറ്റൊരുത്തൻ്റെ വസ്തു സ്വന്തമാക്കുമ്പോൾ, അവയ്ക്കൊക്കെ ഇത്രയുണ്ടെങ്കിൽ സ്വന്തമാക്കുമ്പോൾ എപ്പോഴെല്ലാം ആ വസ്തു കാണുന്നു അപ്പോഴെല്ലാം എൻ്റെ മനസ്സിടിയും. കാരണം ആ വസ്തു ഇവനോട് പറയും, ഇത് നീ മോഷ്ടിച്ചതാണ്, ഇത് നിന്റെ അല്ല. ഇനി എടുത്തുകൊണ്ട് കളയാനും വയ്യ. തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ? തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അഭിമാനം സമ്മതിക്കില്ല. മോഷ്ടിച്ച ഒരു വസ്തു, എടാ അന്നേരത്തെ ഒരു ബോധത്തിന് ഞാനിത് എടുത്തുകൊണ്ട് പോയി കേട്ടോ, എന്നാലും തിരിച്ചങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞ് കൊടുക്കാൻ അഭിമാനം സമ്മതിക്കുമോ? 4 പേരറിയും, വേണ്ട, ഒളിച്ചു വയ്ക്കാം. മനസ്സിന് ഈ കളവ് രൂപാന്തരപ്പെടുമ്പോഴെല്ലാം മനസ്സധപ്പതിക്കും. സനാതനധർമ്മം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് പറഞ്ഞത്, ഹിംസ, സ്ഥേയം, അന്യഥാകാമം. ഹിംസയേക്കാൾ അപകടകാരിയാണ് കളവ്. കളവിനേക്കാൾ അപകടകാരിയാണ് അന്യഥാകാമം, ലൈംഗിക ദുരാചാരം. അത് നിങ്ങൾക്ക് നല്ലപോലെ പക്വമായി പഠിക്കാനായി എന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് നിങ്ങൾ മുതിർന്നു കഴിഞ്ഞോ, അല്ലെങ്കിൽ അത് പഠിക്കാൻ തക്കവണ്ണം നിങ്ങൾ മുതിർന്നു വന്ന് ഇവിടുത്തെ സ്വാമിജിക്ക് തോന്നുകയോ ചെയ്താൽ പിന്നൊരിക്കലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അത് ഏറ്റവും പ്രസക്തവും പ്രധാനവുമാണ്. അതിൽ വളരെ പ്രധാനമായി ഈ ദോഷങ്ങൾ കാരണമായി ചര്യയെ വളരെ ശുദ്ധീകരിച്ചു പോകേണ്ടതിനെപ്പറ്റി പറയുമ്പോൾ പൂർവാചാര്യന്മാർ ചോദിക്കുന്നുണ്ട്, കസ്മാത് പ്രജാം സ്ത്രീ വികൃതം പ്രസൂതേ ഹീനാധികംശീ വികലേന്ദ്രിയം വാ ദേഹാത് കഥം ദേഹമുപൈതി ചന്യം ആത്മാ സദാ കൈരനുബധ്യതേച.
എന്നാണ് ചോദിക്കുന്നത്. ചുറ്റും കണ്ണോടിച്ചാൽ ഇത് കാണാം. നമ്മളിന്ന് ശാസ്ത്രീയമായി പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ്. എത്ര പോലീസ് സ്റ്റേഷൻ, എത്ര കോടതി, എത്രയായിരം ആശുപത്രികൾ, എത്ര സ്കൂളുകൾ. ഇതൊക്കെ ജനാധിപത്യത്തിലെ പുരോഗതിയുടെ ലക്ഷണങ്ങളാണ്. Am I right? Am I right? മറുവശം ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ പ്രായത്തിലുള്ള എത്ര കുട്ടികൾ ഈ ഇരിക്കുന്നവർ പ്രായമുള്ള ആളിൻ്റെ കുട്ടിക്കാലത്ത് കണ്ണാടി വെക്കേണ്ടി വന്നിട്ടുണ്ട്? എത്ര കുട്ടികൾക്ക് ഇന്ന് കുട്ടികൾക്ക് കാണുന്ന രോഗങ്ങളുണ്ട്? 10ഉം 12ഉം വരെ പ്രസവിച്ച എത്ര സ്ത്രീകളെ അവരുടെ ഉൽപാദനേന്ദ്രിയങ്ങൾ തകരുന്ന രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്? മല കയറിയും മരം കയറിയും പണിയെടുത്തും ജീവിച്ച അന്നത്തെ മനുഷ്യന് അവനുണ്ടാകാത്ത രോഗങ്ങളെല്ലാം ആധുനികമായ ഭക്ഷണക്രമവും ജീവിതവുമുള്ള ആധുനിക മനുഷ്യന് ഉണ്ടായി. ശരിയുണ്ടോ ഞാൻ പറഞ്ഞത്? ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ പുരോഗതി എന്ന് പറയുന്നത്? സഞ്ചരിക്കാൻ വാഹനമുണ്ടാകുന്നതാണോ പുരോഗതി? പ്രസവിക്കാൻ ആശുപത്രി ഉണ്ടാകുന്നതാണോ പുരോഗതി? കഴിക്കാൻ മരുന്നുകൾ ഇഷ്ടം പോലെ ഇറങ്ങുന്നതാണോ പുരോഗതി? അതല്ല, മനുഷ്യൻ അച്ചടക്കത്തോടുകൂടി ആരോഗ്യത്തോടെ ജീവിക്കുന്നതാണോ പുരോഗതി? അച്ചടക്കമുള്ളവൻ സ്വയം നിർണയിച്ചുണ്ടാക്കുന്ന ഇത് മതിയെന്ന തൃപ്തിയുടെ ദാരിദ്ര്യമാണോ? അച്ചടക്കമില്ലാത്തവൻ എല്ലാം വാരി ഉപയോഗിക്കുന്ന ധാരാളിത്തമാണോ? ഏതാണ് പുരോഗതി? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. നിങ്ങൾക്ക് ഉടുക്കാൻ ഉണ്ണാൻ എല്ലാം ഇഷ്ടം പോലുണ്ട്. ഇവരൊക്കെ ജീവിച്ച കാലത്ത് ഇത്രയും ഉണ്ണാനും ഉടുക്കാനും ഉണ്ടായിരുന്നില്ല. അന്ന് സാധനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടാണോ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ വന്നത്? വീട് പുലർത്തിയവന്റെ നിയതമായ അച്ചടക്കം കൊണ്ടാണോ ഇല്ലാതെ വന്നത്? ചോദ്യം മനസ്സിലായില്ല. എത്ര വയസ്സുണ്ട്? 60 വയസ്സുണ്ട്. 60 കൊല്ലം മുമ്പ് അദ്ദേഹം ജീവിക്കുന്ന ഈ പ്രദേശത്തെ കൃഷിസ്ഥലങ്ങളൊക്കെ ഇന്ന് കെട്ടിടങ്ങളാണ്. Am I right? അപ്പൊ കൃഷി കുറയുകയാണ് ചെയ്തത്. അന്ന് എവിടെ നിന്നാലും കൃഷിക്കുള്ള പണിക്കാരെ കിട്ടുന്നിടത്ത് ഇന്ന് കെട്ടിടം പണിയുന്നവരെ അല്ലാതെ കൃഷിക്ക് പണിയുന്നവരെ കിട്ടില്ല. Am I right? പണിക്കാർ കുറഞ്ഞു, കൃഷിക്കാർ കുറഞ്ഞു, കൃഷിസ്ഥലം കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ഉൽപാദനം കുറയുമാറ് മണ്ണ് മുഴുവൻ ആസിഡായി, അതുകൊണ്ട് ഉൽപാദനം കുറഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് ദാരിദ്ര്യമില്ല. കൃഷിസ്ഥലം കൂടുതൽ, കൃഷിക്കുള്ള വസ്തുക്കൾ കൂടുതൽ, കൃഷിക്കാർ കൂടുതൽ, പണിയെടുക്കുന്നവർ കൂടുതൽ. എന്നിട്ട് ദാരിദ്ര്യം കൂടുതൽ. അപ്പൊ ദാരിദ്ര്യം എന്നും ആപേക്ഷികവും കൃത്രിമവുമാണ്. അതുണ്ടാക്കിയ ഒരു നന്മയായിരുന്നു അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം. ചര്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 3. ഇത് അനുസരിച്ച് ജീവിച്ചതുകൊണ്ടാണ് അവരുടെ ബീജാത്മകർമാശയ കാലദോഷങ്ങൾ മാറിയത്. പിതാവിന്റെ ബീജാശയം, കർമാശയം, മാതാവിന്റെ